ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം, ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. 38 വർഷം ഒരു കുളക്കരയിൽ സൗഖ്യം കാത്തുകിടന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. ബെഥെസ്ദ എന്ന് പറഞ്ഞ ഒരു കുളത്തിൻ്റെ കരയിൽ, 5 മണ്ഡപങ്ങളുള്ള ഒരു കുളത്തിൻ്റെ കരയിൽ സൗഖ്യം കാത്തുകിടന്ന ഒരു മനുഷ്യൻ. ആ വ്യക്തിയെക്കുറിച്ച് പറയുകയാണ്. 38 വർഷമായിട്ട് അവിടെ കിടക്കുക. ആ കുളത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അതാത് സമയങ്ങളിൽ ദൂതൻ കുളം കലക്കും. അപ്പോൾ ആദ്യം ഇറങ്ങുന്നത് ആരാണോ ആ വ്യക്തി സൗഖ്യമാകും. എന്നാൽ 38 വർഷം അവിടെ കിടക്കുകയും 38 വർഷം കുളം കലങ്ങുന്നത് കാണുകയും ഒരു പ്രാവശ്യം പോലും അതിനകത്തിറങ്ങാൻ പറ്റാതെയും സൗഖ്യം പ്രാപിക്കാൻ കഴിയാതെയും കിടക്കുന്ന ഒരു മനുഷ്യനെ യേശു കണ്ടിട്ട് ആ വ്യക്തിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ആ വ്യക്തിയുടെ മറുപടി അവിടെ പറയുന്നുണ്ട്, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ആരുമില്ല, എനിക്ക് തന്നെ അവിടെ പോയി അവിടെ എത്തുമ്പോൾ അവിടെ സംഭവം നടന്നു കഴിയും, അതുകൊണ്ട് എനിക്ക് ഇതുവരെ സൗഖ്യമാകാൻ പറ്റിയിട്ടില്ല. യേശു ചോദിച്ചത് ഇതൊന്നുമല്ല, മനസ്സുണ്ടോ എന്നുള്ളതാണ്. തനിക്ക് മനസ്സിലായി 38 വർഷം ഞാനിവിടെ കിടന്നിട്ടും എനിക്ക് എന്തോ ഒരു വ്യത്യാസം എൻ്റെ മനസ്സിനകത്ത് വേണം, അതെനിക്കില്ലായിരുന്നു. എന്നാൽ യേശുവിൻ്റെ ചോദ്യത്തിൻ്റെ നടുവിൽ കാണേണ്ട വ്യക്തിയെ താൻ അവിടെ വെച്ച് കണ്ടപ്പോൾ 38 വർഷം തനിക്ക് കിട്ടാത്തൊരു സൗഖ്യം തരാൻ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന യേശുവിന് കഴിയും എന്ന് തൻ്റെ മനസ്സിനകത്ത് തോന്നിയപ്പോൾ, പ്രിയരെ, അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഉടനെ അവൻ കിടക്ക എടുത്തു. ഈ സന്ദേശം കേൾക്കുമ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള ചില വിഷയങ്ങൾ നിങ്ങൾ ഇന്നും ചുമന്നുകൊണ്ട് നടക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് വർഷങ്ങൾ പഴക്കമുള്ള ചില മേഖലകൾ നിങ്ങളെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ കഴിയാതെ ഭാരത്തോടെ ചുമ്മിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയരെ, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, എന്തിന് മനസ്സുണ്ടാകണം? യേശു നിങ്ങളെ വിടുവിക്കാൻ ശക്തൻ എന്ന് നിങ്ങൾക്ക് മനസ്സുണ്ടായാൽ, വചനം പറയുന്നു, നീ കിടക്കയെടുക്കുക, നീ എഴുന്നേൽക്ക എന്ന് ആ മനുഷ്യനോട് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ നടന്നതുപോലെ നമ്മുടെ ജീവിതത്തിനകത്തും ഇതുപോലെയുള്ള വർഷങ്ങൾ പഴക്കമുള്ള ചില മേഖലകൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വിടുവിക്കട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.